അടുത്തായിട്ട് പറയാനുള്ളത് മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെടുമ്പോഴുള്ള കാര്യങ്ങളാണ്. അതായത് വെൻ വി ഇൻ്റർവെയിൻ ഇൻ നാച്ചർ, അതായത് പ്രകൃതിയിൽ മനുഷ്യൻ ഇടപെടുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ ആക്ടിവിറ്റി ക്യാൻ അഫക്റ്റ് എക്കോസിസ്റ്റം ബൈ റിമൂവിങ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസ്. അതായത് നിർമ്മാതാക്കൾ, ഉപഭോക്താക്കൾ, വിഘടിപ്പിക്കുന്നവർ എന്നിവ നീക്കം ചെയ്യുന്നതിലൂടെ മനുഷ്യൻ്റെ പ്രവർത്തനം പരിസ്ഥിതി വ്യവസ്ഥകളെ ബാധിക്കും. അതായത് പരിസ്ഥിതിയെ ബാധിക്കും. ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുമെന്ന് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതിയെ മനുഷ്യർ, അതായത് നമ്മൾ ഇടപെടുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇതെന്താണ്? എല്ലാം ഡീഫോറസ്റ്റേഷൻ ആണ് കേട്ടോ. അതായത് ഫോറസ്റ്റിനെ നശിപ്പിക്കുക, വനനശീകരണം, അതേപോലെ കുന്നിടിക്കുക, പാടം നികത്തുക, കട്ട് ദ ട്രീസ്, പ്ലാന്റ്സുകൾ മുറിക്കുക, അതേപോലെ ഫാക്ടറികൾ, പൊല്യൂഷൻസ് ഉണ്ടോ. നമുക്ക് എന്തൊക്കെയാണ് ഹ്യൂമൻ ഇൻ്റർഫറൻസ്, മനുഷ്യ ഇടപെടൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഹ്യൂമൻ ആക്ടിവിറ്റി ലൈക്ക് ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ ആൻഡ് ഓവർ ഹണ്ടിങ് ഡിസ്റ്റർബ് ദിസ് റൂൾസ്. അതായത് വനനശീകരണം, മലിനീകരണം, വേട്ടയാടൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ ഈ റോളുകളെ തടസ്സപ്പെടുന്നു. അതായത് ഈ എക്കോസിസ്റ്റം നമ്മൾ പറഞ്ഞു, ആവാസ വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ടാവും? ഈ എക്കോസിസ്റ്റം കണ്ടെയ്നിങ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസർ. ഇവരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അതായത് മനുഷ്യർ ഇങ്ങനത്തെ രീതികളിലേക്ക് ഇടപെടുമ്പോൾ, അതായത് മരം മുറിച്ച് മാറ്റുക, അതേപോലെ പാടം നികത്തുക എന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഡിഫോറസ്റ്റേഷനൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊക്കെ ആരെ ബാധിക്കും? നമ്മുടെ എക്കോസിസ്റ്റത്തിലെ ഓർഗാനിസംസ് ആയ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും ഡീകമ്പോസിനെയും നല്ലവണ്ണം ബാധിക്കും അല്ലേ? അടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, റിമൂവിങ് പ്രൊഡ്യൂസേഴ്സ് ഫോർ അർബൻ ഡെവലപ്മെൻറ്റ് റെഡ്യൂസസ് ഓക്സിജൻ ലെവൽസ് ആൻഡ് എഫക്റ്റ് കൺസ്യൂമേഴ്സ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ്. അതായത് നഗരവികസനത്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ? നഗരവികസനത്തിന് വേണ്ടി നമ്മൾ പാടം നികത്തുന്നുണ്ട്, അതേപോലെ എന്നിട്ട് അവിടെ വലിയ ഫാക്ടറികളൊക്കെ പണിത് അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ എൻവറോൺമെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. നഗരവികസനത്തിനായി ഉൽപ്പാദകരെ നീക്കം ചെയ്യും. അതായത് മരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, സസ്യങ്ങളൊക്കെ ആരാണ്? പ്രൊഡ്യൂസേഴ്സാണ് അല്ലേ? അവരെയൊക്കെ നീക്കം ചെയ്യും. എന്നിട്ട് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ ബാധിക്കും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കട്ടൊക്കെ ചെയ്യുമ്പോൾ, മരങ്ങളെ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അവിടെ പ്രൊഡ്യൂസേഴ്സ് നഷ്ടപ്പെടും. പ്രൊഡ്യൂസേഴ്സ് നഷ്ടപ്പെട്ടാൽ അവർക്ക് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് എനർജി കൊടുക്കാൻ ആരും ഉണ്ടാവില്ല അല്ലേ? ആ ഒരവസ്ഥ വരും. അതായത് ഓക്സിജൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയും. Decrease the oxygen level due to the cutting of trees. That time the producers will be decreased in our society. Okay. അതുപോലെ reduce oxygen levels depends plants. Similarly, pollution can destroy decomposers which hampers nutrient recycling, affecting ecosystem balance. ഇതൊക്കെ എന്തിനെയൊക്കെ ബാധിക്കും? പോഷകങ്ങളുടെ പുനരുപയോഗത്തെയും അതേപോലെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ഫാക്ടറികളിലും അതേപോലെ കട്ടിങ് ദ ട്രീസ്, അതേപോലെ ഡിഫോറസ്റ്റേഷനൊക്കെ നടത്തുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവറോൺമെൻറ്റിൽ എക്കോസിസ്റ്റം വളരെ നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത്. ഇതെങ്ങനെ ഇതിനെയൊക്കെ രക്ഷപ്പെടുന്നത്? അതായത് നമ്മളെങ്ങനെ ഭൂമിയെ രക്ഷപ്പെടുത്താം? ഹൗ ഇംപ്രൂവ് അവർ എക്കോസിസ്റ്റം ലെവൽ, എങ്ങനെ നമ്മൾ ആവാസ വ്യവസ്ഥയെ മെച്ചപ്പെടുത്താം നമുക്ക് നോക്കാം. അതായത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ടു കൺട്രോൾ അവർ ആക്ഷൻ, നമ്മുടെ ആക്ഷൻസ് എന്തായി ചെയ്യണം? കൺട്രോൾ ചെയ്യണം. നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് ലേൺ അബൌട്ട് ദ എൻവറോൺമെൻറ്റ്. അതായത് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കണം ആദ്യം. എന്തൊക്കെ ചെയ്താലാണ് പരിസ്ഥിതിക്ക് മോശമുണ്ടാവുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക? വാട്ട് ദ റീസൺ ടു ഡിസ്ട്രോയ് അവർ എൻവറോൺമെൻറ്റ്. അതായത് എൻവറോൺമെൻറ്റിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ കുറിച്ച് പഠിക്കണം ആദ്യം. സെക്കൻഡ് വൺ ഈസ് ദ ഫോളോ ലോസ്. അതായത് നിയമങ്ങളെ പാലിക്കുക. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പരിസ്ഥിതിയെ കേടുവരുത്താതിരിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പാലിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എൻവറോൺമെൻറ്റിന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ദ വർക്ക് ടുഗദർ ഗ്ലോബലി. അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, ഒറ്റയ്ക്ക് ചെയ്താൽ നമ്മൾ മാത്രമല്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നല്ല മാറ്റമുണ്ടാകും. എല്ലാവരെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും, ഇതെല്ലാം സ്വാധീനിച്ച് ഇത് വലിയൊരു ഹ്യൂജ് പ്രവർത്തനമായിട്ട് മാറും. അടുത്തത് പ്രൊട്ടക്റ്റ് നേച്ചർ. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക. അതായത് കാടൊന്നും വെട്ടാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, കൂടുതൽ മരങ്ങളെ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ദ റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതായത് പുനരുപയോഗവും പുനഃചക്രവും. നമ്മുടെ സമൂഹത്തിൽ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ഒരുമിച്ച് കൂട്ടി കത്തിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല. അത് റീയൂസ് ചെയ്താൽ ഒന്നുകൂടി നമുക്ക് സൊസൈറ്റിക്ക് വീണ്ടും ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ വേസ്റ്റിനെ നമ്മുടെ സമൂഹത്തിൽ കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ എൻവറോൺമെൻറ്റിനെ കാത്തു സൂക്ഷിക്കുന്നത്.